ദീനുള്ളവളാണോ, ഞാൻ സ്വാലിഹത്താണോ, ഞാൻ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് വിലയിരുത്തടോ. ഇന്ന് വിലയിരുത്തേണ്ട ദിവസമാണ്. സ്വന്തമായിട്ട് വിലയിരുത്ത്. വിശദീകരിക്കുന്നില്ല. ഉമർ തങ്ങൾ പറയുന്നു, മോനെ, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്തെന്നറിയോ? തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ മക്കൾക്ക് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പ്രായപൂർത്തിയായ വന്നതാ സഹോദരിയുടെ മുകളിലൂടെ, തന്റെ പൊന്നാര സഹോദരിയുടെ മുമ്പിലൂടെ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുകയാ. കൊടുക്കണം ബാപ്പാ, തെറ്റല്ലേ ഉമ്മ? നിന്റെ മകന്റെ മുമ്പിലൂടെ നിന്റെ മകള് ഒരു മുടി പുറത്ത് കാണിക്കുന്ന കാര്യമല്ല, തലമുടി കാണിക്കുന്ന കാര്യമല്ല. പടച്ചവനെ, നല്ല വസ്ത്രം ബെഡ്റൂമിന്റെ അകത്ത് ധരിക്കേണ്ട വസ്ത്രം, കിടപ്പറയിൽ ധരിക്കേണ്ട വസ്ത്രം, അതിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വരുമ്പോ, ഹാളിൽ വരുമ്പോ, കൂടപ്പറപ്പിന്റെ മുമ്പിലൂടെ നടക്കുമ്പോ അവളുടെ ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന വസ്ത്രമാണെങ്കിലും പറയണേ ഉമ്മ, നൊന്തു പ്രസവിച്ചത് നീയാ, തെറ്റാ ഉമ്മ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, ആദ്യം നന്നാകേണ്ടത് മക്കളല്ല, വാപ്പയും ഉമ്മയുമാണ്. വാപ്പയും ഉമ്മയുമാണ് നന്നാകേണ്ടത്. ആദ്യം വാപ്പ നന്നാകു, ആദ്യം ഉമ്മ നന്നാകു. നബിതങ്ങൾ പറഞ്ഞല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇങ്ങനെ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. എന്താണ് ദുആ ചെയ്യുന്നത്? വാപ്പ ദുആ ചെയ്യുകയാണ്, ഉമ്മ ദുആ ചെയ്യുകയാണ്. റബ്ബനാ, രക്ഷിതാവായ അല്ലാഹ്, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ. പടച്ചവനെ, എൻ്റെ ഭാര്യ അവളെ ദീനുള്ളവളാക്കണേ അല്ലാ, എൻ്റെ മക്കളെ ദീനുള്ളവരാക്കണേ അല്ലാ, എൻ്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണേ അല്ലാ. എൻ്റെ ഭാര്യയുടെ മുഖം കണ്ട, എൻ്റെ മക്കളുടെ മുഖം കണ്ട എൻ്റെ ദുഃഖം മാറണേ അല്ലാ, എൻ്റെ പ്രയാസം മാറണേ അല്ലാ. എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ടല്ലോ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ടല്ലോ, മനസ്സിനൊരു സമാധാനം തരണേ അല്ലാ. എന്നിട്ട് പറയുകയാ, ലിൽ മുത്തഖീന ഇമാമാ. പള്ളിയിലെ ഇമാമാക്കണമെന്നല്ല, പള്ളിയിലെ ഇമാമാക്കണമെന്നല്ല, എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും മാതൃകയാകുന്ന, അവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റണേ അല്ലാ. ഉമ്മാനെ കണ്ടു വേണം മക്കള് പഠിക്കാൻ, വാപ്പയെ കണ്ടു വേണം മക്കള് പഠിക്കാൻ, ഭർത്താവിനെ കണ്ടു വേണം ഭാര്യ പഠിക്കാൻ. മാതൃകയാകടോ, മാതൃകയാകു ഉപ്പാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നവനാണോ? മക്കളെ വിളിക്കണ്ട, പള്ളിയിൽ പോകാ പറയണ്ട. നിന്റെ കൂടെ നിന്റെ മക്കള് വരും ബാപ്പാ. നിന്നോട് ചോദിക്കും, ഞാനും വരട്ടെ, എന്നെ കൊണ്ടുപോകുമോ? എന്തേ ഉപ്പാ അസറിന് പള്ളിയിൽ കണ്ടില്ലല്ലോ? മക്കള് നിന്നോട് ചോദിക്കും, ബാപ്പാ. പെങ്ങളെ, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങള് നിന്റെ വീട്ടിലുണ്ടല്ലോ. ഉമ്മ നിസ്കരിക്കുമ്പോ പാല് കുടിക്കുന്ന മക്കള് വന്ന് സുജൂദിൽ വീഴുകയാ, ഉമ്മാടെ കൂടെ നിസ്കരിക്കുകയാ, ഉമ്മാടെ കൂടെ നിസ്കരിക്കുകയാണ്. എന്തൊരു മനോഹരമാ പെങ്ങളെ. പടച്ചവനെ ദിക്ർ പറയുമ്പോ മക്കള് കൂടെ വന്നിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാ. ഖുർആൻ ഓതുമ്പോ മക്കളടുത്ത് വന്നിരിക്കുന്നല്ലോ. ഇത് കണ്ടു വളർന്നു
വളർന്നാ മതി, നിന്റെ മക്കള് നേരെയാകും ഉമ്മ. പക്ഷേ നീ ഖുർആൻ എടുക്കൂല, നീ നിസ്കരിക്കൂല, 24 മണിക്കൂറും മൊബൈലിലാണ്, മക്കളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നിനക്ക് അല്പനേരം റെസ്റ്റ് കിട്ടാൻ, മക്കള് തിന്നണമെങ്കിൽ മൊബൈല്, ഇല്ലാതെ ഇരിക്കണമെങ്കിൽ മൊബൈല്. പടച്ചവനെ, കുഞ്ഞുമക്കളെ നശിപ്പിക്കുകയാ ഉമ്മ. നിങ്ങൾക്ക് ഈ മൊബൈലിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ഇതൊരു ലഹരിയാ, ഇതൊരു ലഹരിയാ. ഒരുപാട് കുടുംബങ്ങളെ തകർത്തത് മൊബൈലാ, ഒരുപാട് ജീവിതങ്ങളെ തകർത്തത് മൊബൈലാ, ഒരുപാട് പേരെ നശിപ്പിച്ചത് മൊബൈലാ. മറക്കല്ലേ. അതുകൊണ്ട് ഉപ്പയും ഉമ്മയും നേരെയാക്, നിങ്ങൾ നല്ലവരാക്, നിങ്ങൾ നിസ്കരിക്ക്, നിങ്ങൾ ഖുർആനോദ്, നിങ്ങൾ ദിക്റ് പറ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യൂ. വാപ്പാ, നീ നിന്റെ മക്കളെയും ഭാര്യയെയും വിളിച്ചിരുത്ത്, ഒരുമിച്ചിരുന്ന് ഖുർആനോദ്, എന്നിട്ട് നീ ദുആ ചെയ്യ്. അല്ലാഹുവേ, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ, എന്നെ നാണം കെടുത്തുന്ന മക്കളാക്കല്ല അല്ലാ. നീ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യ്. കൂടെ പഠിക്കുന്നവന് പറയുന്ന കഞ്ചാവടിക്കടാ, അവൻ അല്ലാഹനെ ഓർത്തില്ലെങ്കിലും നിന്നെ ഓർക്കും ബാപ്പാ. നീ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവനാണോ? മക്കളെ കൂടെ ഇരുത്തി ദുആ ചെയ്യിപ്പിക്കുന്നവനാണെങ്കിൽ, കൂടെ പഠിക്കുന്ന മക്കള് കഞ്ചാവ് കൊടുത്തിട്ട് പറഞ്ഞു അടിക്കാൻ, അവൻ ചിന്തിക്കുന്നത് എന്തെന്നറിയോ? എന്റെ ഉപ്പയെങ്ങാനും ഇതറിഞ്ഞാ മരിച്ചു പോകുമല്ലോ. എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഉപ്പ മംഗലാപുരത്ത് പഠിക്കാൻ പോകുമ്പോ, കറങ്ങാൻ അവസരം കിട്ടുമ്പോ, അല്ലാഹുവേ, ഇതെങ്ങാനും എന്റെ ഉമ്മച്ചി അറിഞ്ഞാല്, എന്നെ പൊന്നുപോലെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ വാപ്പയെങ്ങാണ് ഇതറിഞ്ഞ, പടച്ചവനെ, എന്റെ ഉപ്പ മരിച്ചു പോകുമല്ലോ അല്ലാ. എന്നിൽ വലിയ പ്രതീക്ഷയാണല്ലോ. ചതിക്കാൻ തോന്നില്ല പെങ്ങളെ, വഞ്ചിക്കാൻ തോന്നില്ല പെങ്ങളെ. മോനെ, ദുആ ചെയ്യടോ. കുടുംബസമേതം ഇരുന്ന് ദുആ ചെയ്യ്, കുടുംബസമേതം ഇരുന്ന് നന്മ ചെയ്യ്. ഇത് കണ്ടുവേണം മക്കള് വളരാ. നീ ആദ്യം ഫർദ് ധരിക്ക്, നീ മൗറത്ത് മറക്ക്, എന്നിട്ട് നിർബന്ധമായി നിന്റെ മക്കളെ കൊണ്ട് മറപ്പിക്ക്. നീ ഫർദയും ഹിജാബും, മോള് ജീൻസും പാൻറ്റും. എന്ത് ദീൻ! അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ. അമ്പം മക്കള് ചെന്നിട്ട് ഉമ്മ ഉപദേശിക്കുമ്പോ മോള് ചോദിക്കും, ഉമ്മ വയതിന് പോകുമ്പോഴല്ലേ ഇത് ധരിക്കൂ, കല്യാണത്തിന് പോകുമ്പോ ഇത് മാറ്റുമല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ നമ്മുടെ ദീൻ, ഇതാണ് നമ്മുടെ ദീൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വാപ്പയ്ക്ക് തൻ്റെ മക്കളോടുള്ള മൂന്നാമത്തെ കടമ, മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.